മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ സ്നേഹം കൊണ്ട് കീഴടക്കിയ രൂപാന്തരീകരണത്തിൻ്റെ അത്താഴമേശയാണ് തിബേരിയസ് കടൽ തീരം. അവിടെ ഈശോ പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം നമുക്കൊന്ന് ധ്യാനിക്കാം. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷി തൻ്റെ ആത്മകഥയായ മൺപാത്രത്തിലെ നിധിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ആ ചോദ്യം പലപ്പോഴും എന്നെ വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാനായിട്ട് എനിക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ വചനം കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനായി അതിൻ്റെ പശ്ചാത്തല ഭാഗം ഒന്ന് നോക്കാം. ഈശോയുടെ മരണശേഷം ശിഷ്യന്മാർ ഭയന്ന് കതകടച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പത്രോസ് തൻ്റെ തീരുമാനം പറയുന്നത്: ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെയുള്ളവരും പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരാം. അങ്ങനെ ഒരിക്കൽ ഉപേക്ഷിച്ച വള്ളവും വഞ്ചിയും തേടി അവർ വീണ്ടും പോവുകയാണ്. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ ഈശോ കടൽ തീരത്ത് വരികയാണ്. വലതുവശത്ത് വലയിടുക. പ്രകാരം അവർ വലയിട്ടപ്പോൾ അവർക്ക് ഒത്തിരിയേറെ സമൃദ്ധിയിൽ മീൻ ലഭിക്കുകയാണ്. ഇവിടെ ഒരു തനി ആവർത്തനം നടക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ ആരംഭ ഭാഗത്താണ് നമ്മളത് കാണുക. അവിടെ ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അന്ന് തെരഞ്ഞെടുത്തത് ശിമയോൻ പത്രോസിന്റെ വഞ്ചിയായിരുന്നു. സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം ഈശോ ശിമയോനോട് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശിമയോൻ പറയുന്നു, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അങ്ങനെ വലയിറക്കിയ അവർക്ക് ലഭിക്കുന്ന മീനിന്റെ പെരുപ്പം എത്രയോ വലുതാണ്. ഇത് കണ്ട് പുറങ്കുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് എടുത്തു ചാടുന്ന പത്രോസിനെ നമ്മൾ കാണുകയാണ്. അങ്ങനെ കരയിലേക്ക് വരുന്ന പത്രോസ് തൻ്റെ വിളിയുടെ ആദ്യത്തെ നാളുകളിലുണ്ടായ ഓർമ്മയുടെ ആ ഭാരങ്ങൾ കൊണ്ട് കരയിലേക്ക് വരുന്ന പത്രോസിനെ കാത്തിരിക്കുന്നത് മറ്റൊരു ഓർമ്മയാണ്. അവിടെ പത്രോസ് കാണുന്ന ഒരു കാഴ്ച കനൽ കൂട്ടിയിരിക്കുന്നതാണ്. കനൽ കൂട്ടി അവിടെ മീനും അപ്പവുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഈശോ. പുതിയ നിയമത്തിൽ ഈ കനൽ കൂട്ടിയിരിക്കുന്നത് രണ്ട് സ്ഥലത്ത് മാത്രമേ നമുക്ക് കാണാനാവൂ. ഒന്ന് ഈ തിബേരിയസ് കടൽ തീരത്തും, മറ്റൊന്ന് ആ പീഡാനുഭവ രാത്രിയിൽ ഇതുപോലുള്ളൊരു തീക്കനലിൻ്റെ മുൻപിലിരുന്നു കൊണ്ടാണ് പത്രോസ് ഈ എൻ്റെ ഗുരുനാഥനെ അറിയില്ല എന്ന് 3 തവണ തള്ളിപ്പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഓർമ്മകളുടെ മുൻപിലായിരിക്കുന്ന പത്രോസിനോടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവൻ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ മതി എന്ന് പറഞ്ഞിട്ടുള്ളവനാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പത്രോസ്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഒരു വേള വീമ്പിളക്കിയ പത്രോസ്. ആ പത്രോസിനോടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇംഗ്ലീഷ് ബൈബിളിൽ അതിപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവരെക്കാളെന്നും ഇവയേക്കാളെന്നും ഈ വചനത്തിന് വ്യാഖ്യാനം കൊടുക്കാമെന്ന് വിശുദ്ധ ഗ്രന്ഥകാരന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അല്ലെങ്കിൽ അവന് സ്വന്തമായിട്ടുള്ള അവൻ്റെ ഭവനം, അവൻ്റെ വീട്, ഭാര്യ, കൂടെയുള്ളവര്, അവൻ്റെ വഞ്ചി, അതിനേക്കാളൊക്കെ അവൻ്റെ സുഖസൗകര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള കർത്താവിൻ്റെ ചോദ്യം. അവൻ മറുപടി പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. പക്ഷേ അവൻ്റെ മറുപടിക്ക് അത്ര ഉറപ്പ് പോരാ. കർത്താവ് അവനോട് ചോദിക്കുന്നത് അത്യുന്നതമായ അഗാപ്പയിലേക്കാണ്. പക്ഷെ പത്രോസിന്റെ മറുപടിയിൽ ഞാൻ നിന്നെ സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നുവെന്നാണ് മറുപടി. ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അവസാനം പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു.
അവിടെ പത്രോസ് തൻ്റെ ഉള്ളതും മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. പിന്നെ പത്രോസിൻ്റെ ജീവിതം മാറി മറിയുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ ഗ്രന്ഥകാരൻ പത്രോസ് എന്ന് വിളിക്കുന്നത് ഈ 3 ചോദ്യങ്ങൾക്കും ശേഷമാണ്. കാരണം ശിമയോനോടാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനോടാണ് ചോദ്യം. നീ ഇവരെ സ്നേഹിക്കുന്നുവോ എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം. ശിമയോൻ എന്ന് പറഞ്ഞാൽ മണൽ പോലെയുള്ളവൻ, വലിയ ഉറപ്പില്ലാത്തവൻ. ആ ഉറപ്പില്ലാത്ത ശിമയോനെ കർത്താവ് പത്രോസാക്കി, പാറയാക്കി മാറ്റുകയാണ്. പിന്നെ പത്രോസിന്റെ ജീവിതം ആ തിബേരിയസ് കടൽ തീരത്ത് മാറി മറിയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ രോഗികൾ നിഴൽ കൊണ്ടുപോലും സൗഖ്യം ലഭിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. ഡാനി കപ്പൂച്ചിൻ പ്രകാശത്തിന്റെ നിഴൽ എന്ന തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു, പത്രോസ് നടന്നു, നിഴൽ കർത്താവിൻ്റെതായിരുന്നു. പത്രോസിന്റെ ജീവിതം മാറി മറിയുന്നതാണ്. കർത്താവിൻ്റെ ആ തിബേരിയസ് കടൽ തീരം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഇപ്രകാരമുള്ള ഒരു തിബേരിയസ് അനുഭവം വേണം. അവിടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മളിരിക്കണം. അപ്പോൾ കർത്താവ് നമ്മളോടും ചോദിക്കും, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 4-ാം വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, നീ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ ഏതവസ്ഥയിൽ നിന്നാണ് നീ അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി നൽകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.